ഇറാന്റെ ആണവ കേന്ദ്രങ്ങളടക്കം തകർത്ത ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ തൊട്ടു പിന്നാലെ മുന്നറിയിപ്പുമായി അയത്തുള്ള ഖൊമേനി രംഗത്തെത്തിയിരുന്നു. ഇസ്രായേൽ ഇതിന് കനത്ത ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും ഇസ്രായേലിനൊപ്പം ചേർന്നുകൊണ്ട് അമേരിക്കയും കൂടി തങ്ങളുടെ ജനവാസ കേന്ദ്രത്തിലാണ് വ്യോമാക്രമണം നടത്തിയത്, കുട്ടികളടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നും ഖമേനി പറഞ്ഞതിന് തൊട്ടു പിന്നാലെ ഇറാൻ ഒരു വലിയ തിരിച്ചടി ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. 100 കണക്കിന് ഡ്രോണുകളാണ് ഇസ്രായേലിലേക്ക് ഇപ്പോൾ വിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഇത് തുടരുന്നു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം. അത് കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും സൈനിക താവളങ്ങളും ഒക്കെ ആക്രമിക്കാനായിട്ട് പുറപ്പെടുന്ന വ്യോമസേനയുടെ ദൃശ്യങ്ങളും ഇസ്രായേലി സേന പുറത്തുവിട്ടിരിക്കുന്നു. ഏതായാലും ലോകം തന്നെ യുദ്ധത്തിന്റെ ഒരു ഭീഷണിയിലാണ്. ഇതിനിടയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് അമേരിക്ക പറയുമ്പോഴും അമേരിക്ക ഉണ്ട് എന്ന് തന്നെ ഇറാൻ തറപ്പിച്ച് പറയുന്നു. അമേരിക്കയും ഒപ്പം തന്നെ ഇസ്രായേലും ചേർന്ന് നടത്തിയ നീക്കമാണ് എന്നാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇറാനെ സംബന്ധിച്ച് ഒരു വലിയ തിരിച്ചടിക്ക് അനിവാര്യമായ ഒരു സാഹചര്യം. കാരണം അവരുടെ സൈനിക മേധാവി കൊല്ലപ്പെട്ടിരിക്കുന്നു, അവരുടെ ഈ ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്ത മേധാവി കൊല്ലപ്പെട്ടിരിക്കുന്നു, ഒപ്പം തന്നെ 2 ശാസ്ത്രജ്ഞന്മാർ കൊല്ലപ്പെട്ടിരിക്കുന്നു. വലിയ കാഷ്വാലിറ്റി ഉണ്ടായി എന്ന് തന്നെ ഇറാൻ പറയുമ്പോൾ സ്വാഭാവികമായി തന്നെ അത് യുദ്ധം എന്ന് തന്നെ കരുതേണ്ടതായി വരും. യുദ്ധത്തിന്റെ ഒരു രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം ജനവാസ കേന്ദ്രങ്ങളൊന്നും മുമ്പ് ഇസ്രായേൽ ഇത്തരത്തിലൊരു വലിയ ആക്രമണം നടത്തിയിരുന്നില്ല. മുൻപ് ആക്രമിച്ചപ്പോൾ 1-2 പേരാണ് കൊല്ലപ്പെട്ടതെങ്കിൽ ഇപ്പോൾ ഇത് വലിയ ഒരു മരണസംഖ്യയിലേക്ക് ഉയരുന്നു എന്ന് ഇറാൻ തന്നെ പറയുമ്പോഴാണ് ഇറാന്റെ ഈ ആക്രമണം ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ഈ ഇസ്രായേൽ യുദ്ധത്തിന് തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അവരുടെ ദൃശ്യങ്ങളിൽ നിന്നും, അവരുടെ സൈന്യം ഔദ്യോഗികമായി പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.